പിതാവും പുത്രനും പരിശുദ്ധരുമായുമാവുന്ന ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് ഇന്ന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഇളവറ്റ കൃപയാലും കരുണയാലും അതിരറ്റ വാത്സല്യത്താലും ദൈവം നമുക്കൊരു ദിവസം കൂടെ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഓരോ ദിവസവും നമ്മൾക്ക് പുലരുവാൻ തക്കവണ്ണം ദൈവം തരുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രമർപ്പിക്കുന്നു. തുടർന്നും ആ കൃപ ധാരാളമായി പകരണമേ എന്ന് ദൈവസന്നിധിയിൽ യാചിക്കുകയും ചെയ്യുന്നു. ആദിമസഭയെക്കുറിച്ച് വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയിൽ കാണുന്നവർക്ക് ധാരാളം കൃപ ലഭിച്ചിരുന്നു എന്നാണ്. അവർക്കുള്ളതെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. പക്ഷെ അവർ വിട്ടതിലും അധികം അവർക്ക് കൃപ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. കൃപ ലഭിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്, ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ കന്യാമറിയാമിനെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട്? കൃപ ലഭിച്ചവളെ എന്ന് പറയാം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അങ്ങനെ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണാം കൃപ ലഭിച്ചവർ. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. ദാവീദ് ദൈവത്തിന് കൃപ ലഭിച്ച മനുഷ്യനാണ്. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ തൻ്റെ അപേക്ഷ, തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു മുള്ള്, ഒരു ബലഹീനത നീങ്ങിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ മറുപടി, അത് അവിടെ ഇരിക്കട്ടെ, അത് സാരമില്ല, അത് എൻ്റെ കൃപ നിനക്ക് മതി, അതിനെ തരണം ചെയ്യുവാൻ എൻ്റെ കൃപ കൊണ്ട് നിനക്ക് കഴിയുമെന്ന് പറയുകയാണ്. മൈ ഗ്രേസ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. മതിയായ ദൈവത്തിൻ്റെ കൃപ, ധാരാളമായ ദൈവത്തിൻ്റെ കൃപ നമ്മളെ വഴി നടത്തുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ആ കൃപ തുടർന്ന് നമ്മളെ വഴി നടത്തട്ടെ. ധാരാളം ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ദൈവനാമ മഹത്വത്തിനായി ദൈവത്തിൻ്റെ സാക്ഷികളായി നാം ആയിത്തീരട്ടെ. ഓരോരുത്തരുടെ ജീവിതത്തിലും അപ്രകാരം ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ആരോഹണ ഗീതത്തിലെ സങ്കീർത്തനം, അതിൽ 123 സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. 123 വളരെ ചെറിയൊരു സങ്കീർത്തനമാണ്. പക്ഷേ അത്യഗാധമായ അല്ലെങ്കിൽ ഒരു അഭിവാഞ്ചയോടെയുള്ള ആഗ്രഹത്തോടെയുള്ള തീഷ്ണമായ ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന സദൃശ്യങ്ങളും ഒക്കെ ഭയങ്കര ടച്ചിങ്ങിനേക്കാൾ ഉപരിയായി ദൈവഹൃദയത്തെ അങ്ങോട്ട് ദൈവഹൃദയത്തോടങ്ങോട്ട് ലയിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു സപ്ലിക്കേഷൻ ഫോർ മേഴ്സി, ദൈവ കാരണത്തിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ, ഒരു യാചന, അതിൻ്റെ തീഷ്ണത, അത് തീവ്രമായ ഒരു ഉപമകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഇതാണ് സങ്കീർത്തനം. വളരെ ധന്യമായൊരു അനുഭവം അവിടെ. 123 തുടങ്ങുന്നതിന് അങ്ങനെ ഈ കൃപയ്ക്ക് വേണ്ടി അവിടെ ചോദിക്കുന്ന ഈ കാര്യമുണ്ട്. അതിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ തുടങ്ങുന്നത്, സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവയെ നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ഇവിടെ പ്രാർത്ഥന മാറുകയാണ്. 221 സങ്കീർത്തനത്തിലേക്ക് ശരിക്കും അസെൻഡിങ് സാംസ് അല്ലേ, ആരോഹണ ഗീതമാണ്. ഇവിടെ ആത്മീക അനുഭവങ്ങളും ഉയരുന്നതായിട്ട് കാണുക. 121 നമ്മൾ വായിച്ചു. 121:1 ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ അവിടെ പർവ്വതത്തിലേക്ക് ഉയർത്തിയ കണ്ണുകൾ ഇപ്പം എങ്ങോട്ടാണ് ഉയർത്തുന്നത്? സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവയെ നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ഗ്രാജുവലായിട്ട് അവിടെയാ സ്പിരിച്വൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ റിവീലിംഗ് ദ ട്രൂത്ത്സ്, ആ സത്യങ്ങൾ വെളിപ്പെട്ടുമ്പോൾ ദൈവ സാമീപ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സോഴ്സ് എവിടെ, എങ്ങോട്ട് കണ്ണുകൾ ഉയർത്തുന്നു. പലപ്പോഴും നമ്മുടെ ദൃഷ്ടി ഇങ്ങനെയാണ്. പലരിലേക്ക് നമ്മുടെ സാക്ഷികളിലേക്ക് ഈ ദൈവത്തിൻ്റെ സെയിൻസൊക്കെ ഈ ചൂണ്ടുപലകളാന്ന് പറയും. എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് നമ്മൾ വഴികാട്ടുകയാണ്. ചൂണ്ടുപലക എന്ന് പറഞ്ഞ ഒരു പ്ലേസ്, ഒരു ഡെസ്റ്റിനേഷൻ, എങ്ങോട്ട് പോകണം, അതിന് നമ്മളെ വഴികാട്ടാൻ ഒരു ആരോ മാർക്ക്, ഒരു മാർക്കാണ്. അവിടെ തന്നെ നിന്നാൽ നമ്മളെ പ്ലേസിൽ എത്തത്തില്ലല്ലോ. ആ ചൂണ്ടുപലകയുടെ അടുക്കൽ തന്നെ നിന്നാൽ ആ ചൂണ്ടുപലക എങ്ങോട്ടാണോ അത് എയിം ചെയ്യുന്ന ആ ദിശ കാണിച്ചു തരുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയില്ലല്ലോ. നമ്മൾ യാത്ര തുടരണ്ടേ എന്ന് പറഞ്ഞ പോലെ ഈ വിശ്വാസം അനുകരിക്കാനാണ് ഈ വിശുദ്ധന്മാരുടെയൊക്കെ ലൈഫ്. അവിടെ അവരുടെ വിശ്വാസം അനുകരിക്കണം. അപ്പോൾ അവർ എത്തിച്ചേർന്ന സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും. ഇന്ന് ചില കാര്യസാധ്യത്തിന് വേണ്ടി വിശുദ്ധന്മാരെ കൂട്ടുപിടിക്കുന്നു, അവരെ പുകഴ്ത്തുന്നു, അവരെ വാഴ്ത്തുന്നു, മുഖസ്തുതി പറയുന്നു, പ്രശംസിക്കുന്നു. അവരെങ്ങനെയാണെന്ന് അവർക്കറിയത്തില്ല, അവർ കണ്ടിട്ടില്ല, ആരൊക്കെ എഴുതി വെച്ച് കേട്ടു. എന്താണ് പ്രിയരെ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്തിനു വേണ്ടിയാണ് നമ്മളവരെ സ്നേഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മളവരെ പിൻപറ്റുന്നത്? എവിടെ ചെന്ന് അപേക്ഷിച്ചാലും എന്ത് ചെയ്യാലും കാര്യസാധ്യത ലഭിക്കുന്ന പറയാൻ എന്ത് ചെയ്യാൻ മനുഷ്യൻ തയ്യാറായിരിക്കുകയാണ്.
അതിങ്ങനെ സമൂഹമാണ്. ബഹുജനത്തിൻ്റെ ദോഷമാണ്. ആ ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. ബഹുജനം കൂടുന്നത് കൊണ്ട് സത്യമാണെന്നില്ല, അസത്യത്തിനാണ് ഭൂരിപക്ഷം കൂടുന്നത്. ആൾക്കൂട്ടം കൊണ്ടുകൂടെ അതാണ് ഭക്തിയുടെ മൂർത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. കർത്താവ് പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വഴി വാതിൽ വിശാലമാണ്, അതിൽ കൂടെ കിടക്കുന്നവർ അനേകരാണ്. ദ മൾട്ടിറ്റ്യൂഡ്, ദ ക്രൗഡ്, പോപ്പുലർ, എന്ത് വാക്കുകളാണ് ഉപയോഗിക്കാൻ ലോകപരമായിട്ടുള്ള. എന്നാൽ അതല്ല യഥാർത്ഥമായ ഭക്തിയുടെ മാർഗം എന്ന് പറയുന്നത്. ജീവങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കമാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്, അതിൽ കൂടെ കിടക്കുന്നവർ ചുരുക്കമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ബഹുജനത്തെ അനുസരിച്ച് അത് ഭക്തിയുടെ മാർഗമാണ്. ചിന്തിക്കരുത്. അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നെ ഫോഷ്ക്ക് നിറഞ്ഞതായ വ്യാജമായ അടയാളങ്ങളും അത്ഭുതങ്ങളും ശത്രുവും ചെയ്യും. എല്ലാം വ്യാജമാണ്, നിരന്തരമായിട്ടുള്ള നിലനിൽക്കുന്നതല്ല അതല്ല. അതുകൊണ്ട് നമ്മൾ നിലനിൽക്കുന്നതായ നിത്യജീവൻ്റെ അനുഭവം ഇവിടെ പറയുകയാണ്. ഏതായാലും ആ ഒരു ലക്ഷ്യം സങ്കീർത്തനക്കാരൻ മനസ്സിലായി, എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന്. നമ്മൾ നോക്കേണ്ടവനിലേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. പിന്നെ പറയാം, ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് അവന് വിടുവിച്ചു. ദൈവത്തിനെ അപേക്ഷിക്കുമ്പോൾ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മൾ ആരുടെയ്ക്കോ ഒത്താശയ്ക്ക് വേണ്ടി പോവുക, ഇന്നർ പ്രാർത്ഥിക്കണം ഇന്നാര് പ്രാർത്ഥിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പ്രിയരെ ചിന്തിക്കുക, എല്ലാവരും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധി കൊച്ചുമക്കളില്ല എന്ന് പറയും. നമ്മളെല്ലാം വിളിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ മക്കളെങ്കിലും അവകാശികളുമാകുന്നു ഓരോരുത്തരും. വിശുദ്ധന്മാരെയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കുന്നു തോന്നുക, അവരുടെ വിശുദ്ധി പോലെയാണ് പ്രകീർത്തിക്കുന്നത്. ഇല്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തിന് പോലും ഇല്ല. അങ്ങനെ ആരെങ്കിലും വിശുദ്ധരായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പോലും ചേർക്കാത്തതാണ് എല്ലാം പരിശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ചേർക്കുന്നത്. അതിപ്പോൾ മറ്റുള്ള വിജാതി മതങ്ങളിൽ അവരും പറയുന്നത് പരിശുദ്ധി എന്ന്, ഹോളി, ഹിസ് ഹോളിനെസ്, അങ്ങനെയൊക്കെ അവരും ചേർത്ത് പറയുന്നത്. ഈ വാക്കുകൾ കൊണ്ടൊന്നും കാര്യമില്ല പ്രിയരെ. ജീവിതത്തിൻ്റെ യഥാർത്ഥമായ പച്ച അനുഭവങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ചിന്തിക്കുക, ദൈവം തന്നാലല്ലാതെ, ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചല്ലാതെ നമ്മളാരും വിശുദ്ധരല്ല, നമ്മളാരും വിശുദ്ധീകരിക്കപ്പെടുകയുമില്ല. നമ്മൾ എത്രമാത്രം മാനുഷികമായ രീതിയിൽ വിശുദ്ധരാകാൻ ശ്രമിച്ചാലും അതിനുവേണ്ടി പാടുപെട്ടാലും ഒരിക്കലും നടക്കുകയില്ല. അത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. അതാണ് തലമുറ കാണുന്നത്. കൂടെ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമായ യഹോവയാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്താണ്? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. നമ്മൾ തന്നെ ശുദ്ധനാണെങ്കിൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ലെന്നല്ല നമ്മൾ വരുന്നത്. അതുകൊണ്ട് അതെല്ലാം കപടതയാണ്, കാപട്യമാണ്, അതെല്ലാം സ്വയപ്രശംസയാണ്, സ്വയനീതിയാണ്. അതിനൊന്നുമല്ല. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു പോകുന്നുണ്ട്. ദൈവമേ, നിങ്ങൾ വിശുദ്ധീകരിക്കണമേ, എൻ്റെ പാപക്കറകളെ നീക്കണമേ, എന്നെ തുടച്ച് വെടിപ്പാക്കണമേ, എന്നെ കഴുകി വെടിപ്പാക്കണമേ, എന്നെ ഉരുക്കി എന്നെ വിശുദ്ധീകരിക്കണമേ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഉയരുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കും. ദൈവം നമ്മൾ വിശുദ്ധിയുടെ പാഠങ്ങളിലേക്ക്, പദവികളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തുകയും ചെയ്യും. അപ്പോഴും നമ്മൾ ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കും. കാരണം നമ്മുടേതല്ല ഒന്നും എൻ്റേതല്ല നമുക്ക് മനസ്സിലാകും. എല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാകും. അപ്പോൾ പിന്നെ പ്രശംസിക്കുന്നതിന് പൗലോസ് പറയുന്ന പോലെ പ്രശംസിക്കുന്നതിന് കർത്താവിൽ പ്രശംസിക്കും. അവന് മറ്റൊരു പ്രശംസയുമില്ല. ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുതെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ആ ക്രൂശിൽ സർവവും കർത്താവ് നിർവഹിച്ചത് കൊണ്ട് എനിക്ക് വേണ്ടി എല്ലാം അവിടുന്ന് ഏറ്റെടുത്തു. എനിക്ക് വേണ്ടി നിന്നയായി, എനിക്ക് വേണ്ടി അടികളേറ്റു, എനിക്ക് വേണ്ടി ക്രിസ്തു പാപകരിയായി ബലിയായി തീർന്നു. തൻ്റെ രക്തമെല്ലാം നമുക്കായി ചിന്തി, ദേഹമെന്ന തിരശ്ശീല ചീന്തി, മുൾമുടിയേറ്റു, മുഴുകിലെല്ലാം ഒഴുകുചാൽ പോലെ കീറപ്പെട്ട് എല്ലാം എനിക്ക് വേണ്ടി. ആ പാടുകളെല്ലാം അതോർത്ത് ദുഃഖിക്കുകയല്ല. ദൈവമേ, നന്ദി കർത്താവേ, എനിക്ക് പകരക്കാരനായി നീ വന്നല്ലോ കർത്താവേ. കാരണം ക്രൂശ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞപ്പോൾ സാത്താനെ എന്ന കർത്താവ് വിളിച്ചു. സാത്താൻ എന്നതിന് പിന്നിൽ പോകുന്നു. ക്രൂശ് വേണ്ട എന്ന് പറയുന്നതിന് ഇന്ന് വെള്ളിയാഴ്ച അതുപോലെ അവസരങ്ങളിലൊക്കെ വന്ന് ഓരോരുത്തർ അയ്യോ കർത്താവേ, നിനക്ക് ഇങ്ങനെ പറ്റിയല്ലോ, നിനക്ക് പിന്നെ യേശുവിന് എങ്ങനെ സാധിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കെങ്ങനെ രക്ഷ കിട്ടുന്നത്? എനിക്ക് വേണ്ടിയല്ലേ കർത്താവ് പങ്കപ്പാടുകളേറ്റ്. അത് നാം സമ്മതിക്കുമ്പോഴാണ് കർത്താവ് നമ്മളിൽ പ്രസാദിക്കുന്നത്. യേശുവേ, അത് നീ എനിക്ക് വേണ്ടി സഹിച്ച കുറ്റങ്ങൾ, എനിക്ക് വേണ്ടി സഹിച്ച പാടുകളാണ്. ഇന്ന് അവിടുത്തെ അടിപ്പിണർ എനിക്ക് സൗഖ്യത്തിനായിട്ടാണ് അവിടുന്ന് അടിപ്പിണറുകളേറ്റത്. എൻ്റെ പാപമോചനത്തിന് വേണ്ടിയാണ് അവിടുന്ന് രക്തം ചിന്തിയത്.
കർത്താവെ ഞാനിങ്ങനെ സ്നേഹിക്കുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി യേശുവെ അവിടെ ക്രൂസിൽ യാഗമാകുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നല്ലോ, ജഡം ധരിച്ചിറങ്ങി വന്നല്ലോ. ഞാനങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ, ഞാനങ്ങനെ സ്വീകരിക്കുന്നു അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. പ്രിയരെ, ഇവിടെ നമ്മൾ കാണുകയാണ്, സ്വർഗത്തിൽ വസിക്കുന്ന നാളുവേ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. എങ്ങനെയത് പിന്നെ വിവരിക്കുക? ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ കൃപ, അവിടെ പറയാം, കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ കൃപ. തുടർന്നോടെ പറയുക, ഞങ്ങൾ യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന സഹിച്ചു മടുത്തിരിക്കുന്നു. സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളും നിന്നെയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും അടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാണ് നമുക്കിതെല്ലാം തരണം ചെയ്യുവാൻ. നിന്ദയുടെ, പരിഹാസത്തിൻ്റെ, വെറുപ്പിൻ്റെ, അവഹേളനത്തിൻ്റെ, അപമതിയുടെ എല്ലാം അതിനെ ജയിക്കണമെങ്കിൽ ഇതെല്ലാം സഹിച്ചതായ ഒരു കർത്താവ് നമുക്കുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെ വിരോധം നേരിട്ടവനെ ധ്യാനിച്ചു കൊള്ളുവീനെന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. കർത്താവിനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ബലം കിട്ടുകയാണ്. കർത്താവ് എല്ലാം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി. നമുക്കുള്ള മഹാപുരോഗതി നമ്മുടെ ബലഹീനത സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുമെന്ന് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എന്ന് പറയുകയാണ്. ഈസ് ഏബിൾ ടു ഹെൽപ്പ് അസ്. നമ്മളെ സഹായിപ്പാൻ ദൈവശക്തനാണ്. ഇവിടെ പറയാം, ദാസൻ്റെ കണ്ണ്, ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്ക്, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക്. മാലഹി പ്രവചനത്തിലേക്ക് വരുമ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട്. മാലഹി പ്രവചന പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് ഞങ്ങൾ ഏതിനാൽ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഇവിടെ പറയുകയാണ്, ദൈവം പിതാവാണ്, അതോടൊപ്പം നമ്മുടെ മാസ്റ്ററും കൂടെയാണ് അല്ലേ. ഒരപ്പന്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ ഹീസ് എ ഫാദർ, അവർ പിതാവാണ്. എന്നാൽ പുറത്താണെങ്കിൽ ഒരു ഒഫീഷ്യൽ പവറിലാണോ അവൻ അധികാരിയാണ്. ആ മകനെയും നിയമത്തിന് കീഴിൽ നിയമം ആ മകൻ്റെ മേലും ബാധകമാണ്, ഒരു ഒഫീഷ്യൽ അധികാരി എന്ന രീതിയിൽ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദൈവം പിതാവാണ്, നമ്മുടെ പിതാവാണ്, അതോടൊപ്പം മാസ്റ്ററാണ്, യജമാനാണ്, ബോസാണ്. അതാണ് ദാസൻ എന്നൊക്കെ വാക്കുകൊണ്ട് അർത്ഥപ്പെടുന്നത്. ചിലർ എന്ത് പറഞ്ഞാൽ പ്രശ്നം അടിമ പറഞ്ഞുകൊണ്ടേയിരിക്കും, മകളെന്ന് പദവി വരത്തില്ല. അടിമയല്ല, ഡിലോസ് എന്ന് പറയുമ്പോൾ അവിടെ ദാസനും യജമാനും തമ്മിലുള്ള മനോഹരമായൊരു ബന്ധമാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ പറയുന്നത്, പിതാവെങ്കിൽ എന്നോടുള്ള ബഹുമാനം ഇവിടെ, ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ബഹുമാനം ഇവിടെ. വെർ ഇസ് മൈ റെസ്പെക്റ്റ്, ലവ്. ഒന്നാമത്തെ സ്നേഹമാണെങ്കിൽ രണ്ടാമത്തത് റെസ്പെക്റ്റാണ്. അപ്പോൾ ദൈവത്തിവിടെ യജമാൻ്റെ കയ്യിലേക്ക് നോക്കുന്ന ദാസൻ, ദാസി യജമാനത്തിയുടെ കയ്യിലേക്ക് നോക്കുന്ന ദാസി. അതിനോട് സദൃശവൽക്കരിച്ച് പറയുകയാണ്, അങ്ങനെ ദൈവത്തിലേക്ക് നോക്കുക, കൈമലർത്തുക, ദൈവമേ കൃപ ചെയ്യണമേ എന്ന്. നമ്മുടെ ഏതൊരു പ്രതികൂലത്തിലും കൈകൾ ദൈവത്തിലേക്ക് ഉയർത്തി, കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തി, മനസ്സും ഹൃദയവും ദൈവത്തിലേക്ക് ഉയർത്തി പ്രിയരെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ഇതെങ്ങനെയാണെന്നറിയില്ല, പക്ഷേ ഗോഡ് ക്യാൻ ആൻസർ യുവർ പ്രയേഴ്സ്. ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാനായിട്ട് പറ്റും. ദൈവത്തിന് ഉത്തരം തരാൻ പറ്റാത്ത ഒന്നും ദൈവസന്നിധിയിലില്ല. അതുകൊണ്ട് നമുക്കെല്ലാം എന്തു വന്നാലും പ്രാർത്ഥനയാൽ അപേക്ഷിക്കാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക അത്ര വേണ്ട. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ആ ഇതോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ക്രിസ്തു യേശുവിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി തീർത്തു തരുമെന്ന് പറയുകയാണ്. എല്ലാ ദിവസവും സമർപ്പിക്കാം. കർത്താവെ കൃപ ചെയ്യുവോളം ദാസനും ദാസിയും യജമാനൻ്റെയും യജമാനത്തിങ്കയിലേക്ക് നോക്കുന്നത് പോലെ അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരനെ സ്വർഗത്തിൽ വസിക്കുന്നതിനാളോ എന്ന് പറഞ്ഞ് കണ്ണുയർത്തിങ്കിലേക്ക് നോക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിൻ്റെ ഇഷ്ടത്തിനായി പരിപൂർണ്ണമായി ഞങ്ങളതിന് വിട്ടു തരുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായ്മ കാണിക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായി സ്തുതി. എല്ലാ നന്മകൾക്കായ സ്തുതി മുഖത്തോട്ട് മാത്രം എടുക്കണം. ആമേൻ, ആമേൻ. വാക്കുകളില്ലെനിക്ക് നിന്നോട് ചൊല്ലിടാൻ എൻ ഹൃദയം ഇൻപ കർത്താവേ, എങ്കിലും യാചിപ്പിന്നെന്ന നിൻ വചനത്താൽ നിൻ കൃപയ്ക്കായി ഞാൻ യാചിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നിന്റെ എന്നേക്കുമുള്ളതല്ലോ. വാക്കുകളില്ലാതെ മാറത്തടിച്ചു കേണ ചുങ്കക്കാരൻ പോ കേണിടുന്നു ഞാനും പാപി
ചെയ്യാം എന്നോട് കൃപ തോന്നണമേ എൻ പാപങ്ങളെല്ലാം പൊറുത്തിടണേ